ഇന്ത്യയുമായിട്ട് റഷ്യ പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. അതായത് ഷാങ്ഹായ് ഉച്ചകോടിക്ക് ശേഷം ഇരു നേതാക്കളും ഒരേ കാറിലിരുന്ന് ഏതാണ്ട് 45 മിനിറ്റോളം ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഇന്ത്യക്ക് വേണ്ടി 5th ജനറേഷൻ യുദ്ധവിമാനമായ Su-57E ഇന്ത്യക്ക് നൽകുന്നു, അതുമായി ബന്ധപ്പെട്ട കരാറിലേക്ക് ഏർപ്പെടുന്നു എന്ന് മാത്രവുമല്ല, ഈ യുദ്ധവിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതാ പഠനം റഷ്യ ആരംഭിച്ചു കഴിഞ്ഞു. ഇതാണ് ലോകത്തെ ഞെട്ടിക്കുന്നത്. കാരണം F-35 എന്ന് പറയുന്ന അമേരിക്കയുടെ 5ാം തലമുറ യുദ്ധവിമാനത്തെക്കാൾ മികവുള്ളത് റഷ്യയുടെ Su-57Eക്ക് തന്നെയാണ്. ഈ യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകുമെന്നല്ല പറയുന്നത്, പകരം ഇത് ഇന്ത്യയിൽ നിർമ്മിക്കാൻ ആവശ്യമായ സാമ്പത്തിക സാങ്കേതിക പഠനങ്ങൾ നടത്താൻ റഷ്യ തയ്യാറായി. അതായത് ഇന്ത്യയുമായിട്ട് അമേരിക്ക ഇപ്പോൾ നടത്തുന്ന താരിഫ് യുദ്ധം, ട്രംപും മോദിയും തമ്മിലുള്ള ഒരു ബന്ധത്തിലെ അകൽച്ച, ഇതൊക്കെ കൃത്യമായി മുതലെടുക്കാനായിട്ട് വ്ളാഡിമിർ പുടിൻ രംഗത്തേക്ക് വരുന്നു. പുടിൻ പറയുന്നത് ഈ പറയുന്ന 5ാം തലമുറ യുദ്ധവിമാനത്തിന് ആവശ്യമായ സോഴ്സ് കോഡ് ഉൾപ്പെടെ ഇന്ത്യക്ക് കൈമാറുന്നു. അപ്പോൾ ഇന്ത്യയിൽ യുദ്ധവിമാനം നിർമ്മിക്കാമെന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വൻതോതിൽ നിർമ്മാണ ചെലവ് കുറയും. ഏതാണ്ട് $8 കോടി ചെലവ് വരുന്ന Su-57E എന്ന് പറയുന്ന ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന യുദ്ധവിമാനം ഇന്ത്യയിൽ നിർമ്മിച്ചാൽ ആനുപാതികമായി ചിലവ് കുറയ്ക്കാൻ സാധിക്കും. ഈ ഒരു ഓഫർ ഇന്ത്യക്ക് മുമ്പിലേക്ക് വെക്കുകയാണ്. അപ്പം Su-57E എന്ന് പറയുന്ന യുദ്ധവിമാനവും അതിൻ്റെ സാങ്കേതികവിദ്യയും ബാക്കിയുള്ള അനുബന്ധ കാര്യങ്ങളുമെല്ലാം തന്നെ ഇന്ത്യക്ക് നൽകാമെന്നുള്ള ഒരു വമ്പൻ ഓഫറാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുമ്പിൽ റഷ്യ വെച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് 1ഓ 2ഓ സ്ക്വാഡ്രൺ 5ാം തലമുറ യുദ്ധവിമാനം വേണം. കാരണം നമ്മുടെ എയർഫോഴ്സിനെ ശക്തിപ്പെടുത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, ആത്മനിർഭർ ഭാരത് തുടങ്ങിയവയിലൂടെ തദ്ദേശീയമായിട്ട് കൂടുതൽ യുദ്ധവിമാനം നിർമ്മിക്കാൻ പോകുന്നു. അമേരിക്ക പലതവണയായിട്ട് F-35 നമുക്ക് നൽകാനായിട്ട് തീരുമാനിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ചില ചർച്ചകൾക്ക് മുൻകൈയെടുത്തു. പക്ഷേ നമ്മൾ അതിനോട് ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചില്ല. മാത്രമല്ല F-35 വേണ്ട എന്ന് ശക്തമായിട്ട് ഇപ്പോൾ പറയുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ F-35നെ ഇന്ത്യ അടിച്ച് താഴെ ഇട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി F-35 യുദ്ധവിമാനങ്ങൾ പലപ്പോഴും എൻജിൻ തകരാറ് മൂലം അല്ലാതെ തകർന്നു വീഴുന്നു, ഇതിൻ്റെയൊക്കെ വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ 5ാം തലമുറ യുദ്ധവിമാനം അമേരിക്ക നിർമ്മിച്ചെങ്കിലും അത് വേണ്ടത്ര ഉപയോഗപ്രദമല്ല എന്ന് ലോകത്തിന് മുന്നിൽ തന്നെ ഒരു സന്ദേശമുണ്ട്. ഒപ്പം വളർന്നു വരുന്ന ഒരു സൈനിക സാമ്പത്തിക ശക്തിയായ ഇന്ത്യ ഈ യുദ്ധവിമാനം വാങ്ങുന്നില്ല എന്ന് തീരുമാനിക്കുകയും റഷ്യയുടെ Su-57E വാങ്ങാനായിട്ടുള്ള നീക്കത്തിലേക്ക് പോവുകയും ചെയ്തപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും മികച്ച യുദ്ധവിമാനമെന്ന് ലോകത്തിന് കൃത്യമായ സന്ദേശം നൽകി. മാത്രമല്ല റഷ്യയും ഉക്രൈനും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ഉക്രൈൻ അമേരിക്കയിൽ നിന്ന് വാങ്ങിയ F-35 യുദ്ധവിമാനത്തെ റഷ്യ അടിച്ചിടുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ആ യുദ്ധവിമാനത്തിലുള്ള ഇമേജ് കംപ്ലീറ്റ് തകർന്നു. ഇവിടെയാണ് പുടിനും മോദിയും തമ്മിൽ 45 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തി, അല്ലെങ്കിൽ രഹസ്യമായ ചർച്ച നടത്തി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നൊക്കെ ലോകം മനസ്സിലാക്കുന്നത്. അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് തീരുമാനിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം ഈ Su-57E എന്ന് പറയുന്ന യുദ്ധവിമാനം നിർമ്മിക്കണമെങ്കിൽ മികച്ച സാങ്കേതിക സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കണം. ഇപ്പോൾ റഷ്യയുമായിട്ട് ചേർന്ന് നമ്മൾ Su-30 MKI വിമാനം നിലവിൽ നിർമ്മിക്കുന്നുണ്ട്. അത് നാസിക്കിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് പ്ലാന്റിലാണ് നിർമ്മിക്കുന്നത്. ഈ പ്ലാന്റിൽ ആധുനികമായ കുറച്ച് സാങ്കേതിക സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തിയാൽ, ഇവിടെ ചില പരിഷ്കാരങ്ങൾ കൂടി വരുത്തിയാൽ നമുക്ക് 5ാം തലമുറ യുദ്ധവിമാനം റഷ്യയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയും. ഇതാണ് റഷ്യ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വാഗ്ദാനം എന്ന് പറയുന്നത്. അപ്പം ഔദ്യോഗികമായ വിശദീകരണം നമ്മൾ അമേരിക്കയോട് പറഞ്ഞത് 5ാം തലമുറ യുദ്ധവിമാനം നമ്മൾ നിർമ്മിക്കാൻ പോകുന്നു, അതുകൊണ്ട് F-35 വേണ്ട എന്നാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. F-35 കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. അതിനേക്കാൾ മികവ് പുലർത്തുന്നത് Su-57E ആണ് എന്ന സന്ദേശം പ്രത്യക്ഷമായും പരോക്ഷമായും ലോകത്തോട് ഇന്ത്യ വിളിച്ചു പറയുന്നു. ഇത് അമേരിക്കയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഏതാണ്ട് 1500 കിലോമീറ്റർ വരെ റേഞ്ചുള്ള യുദ്ധവിമാനമാണ് Su-57E.
10 ടൺ ഭാരമുള്ള ആയുധങ്ങൾ വരെ ഇതിന് വഹിക്കാൻ കഴിയും. മാത്രമല്ല റഡാറുകളെ വെട്ടിക്കാൻ കഴിയുന്ന സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ പറന്നുകൊണ്ട് ശത്രുക്കളെ ശത്രു രാജ്യങ്ങളുടെ വിമാനങ്ങളെ അടക്കം സംഹരിക്കാനുള്ള കഴിവ് ഈ Su-57 ഉണ്ട് എന്നാണ് ഇപ്പോൾ നമ്മളും പറഞ്ഞു വെക്കുന്നത്. എന്തായാലും Su-30 MKI എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൻ്റെ സാങ്കേതികവിദ്യ എല്ലാം തന്നെ നമുക്ക് റഷ്യ കൈമാറി. അതിന് സമാനമായിട്ട് 5th ജനറേഷൻ യുദ്ധവിമാനത്തിൻ്റെ സാങ്കേതികവിദ്യ കൂടി കൈമാറുക എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. കാരണം നമ്മുടെ വ്യോമ മേഖല നവീകരിക്കാൻ നമ്മൾ തീരുമാനിക്കുകയും തേജസ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കലുമായിട്ട് നമ്മൾ എഞ്ചിൻ വാങ്ങാൻ കരാർ ഒപ്പിട്ടതാണ്. ഇതുവരെ നമുക്ക് ഏതാണ്ട് 3 എഞ്ചിനുകളോ മറ്റോ ആണ് അമേരിക്ക തന്നത്. ഈ വർഷം 10 എഞ്ചിനുകൾ തന്നു കഴിയുമെന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ F414 എന്ന് പറയുന്ന എഞ്ചിൻ വാങ്ങാനും ആ എഞ്ചിൻ ഉപയോഗിച്ച് 5ാം തലമുറ യുദ്ധവിമാനത്തിലേക്ക് പോകാനുമൊക്കെയാണ് പദ്ധതിയിട്ടത്. പക്ഷേ അവിടേക്കാണ് റഷ്യ Su-57E എന്ന് പറയുന്ന ഏറ്റവും അത്യന്താധുനിക സ്റ്റെൽത്ത് യുദ്ധവിമാനത്തിൻ്റെ സോഴ്സ് കോഡ് അടക്കം ഇന്ത്യക്ക് തരാമെന്ന് പറയുന്നത്. അപ്പോൾ വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സഹകരണവും ശക്തിയും ഒക്കെ വളരെ ആവശ്യമാണ്. ഇപ്പം US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞത് അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാണ്, ഇന്ത്യയും ജനാധിപത്യ രാജ്യമാണ്, അതുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ തുടരും. പക്ഷേ നേരത്തെ ഇതേ സ്കോട്ട് ബെസന്റ് തന്നെ പറഞ്ഞത് ഇന്ത്യക്കെതിരെ ശക്തമായ താരിഫ് ഏർപ്പെടുത്തും, ഞങ്ങൾ ടാക്സ് വർദ്ധിപ്പിക്കും, മരുന്നുകൾക്ക് ഉൾപ്പെടെ വില കൂട്ടും, അതുകൊണ്ട് ഇന്ത്യയെ തകർക്കുമെന്നൊക്കെ പറയാണ്. പക്ഷേ ഇപ്പോൾ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകാൻ പോകുന്നു, ചൈനയുമായിട്ടുള്ള അതിർത്തിയിലെ സംഘർഷങ്ങളെല്ലാം പരിഹരിക്കാൻ പോകുന്നു എന്ന് വ്യക്തമായതോടുകൂടി ഈ പറയുന്ന ബന്ധങ്ങളെ ശിഥിലമാക്കാനായിട്ട് അമേരിക്കയെ അനുകൂലിക്കുന്ന ചില രാജ്യങ്ങളും രംഗത്ത് വരുന്നു. അതായത് F-35 പോലെയുള്ള യുദ്ധവിമാനങ്ങൾ വളരെ ഉദാരമായ നിരക്കിൽ നൽകാമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതികവിദ്യയുടെ ചില ഭാഗങ്ങളൊക്കെ നൽകാമെന്നോ ഒക്കെ അമേരിക്ക ഇനി ഓഫർ മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. ഒരു രാജ്യത്തിനും അമേരിക്ക F-35 പോലെയുള്ള യുദ്ധവിമാനങ്ങൾ നൽകുന്നില്ല. ഇപ്പോൾ തുർക്കിക്ക് നൽകിയ യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ പാർട്സും മറ്റും നൽകാതെ ഉപരോധം ഏർപ്പെടുത്തുമെന്നുള്ള ഭീഷണിയുണ്ട്. അതുപോലെയൊന്നും റഷ്യ പെരുമാറില്ല എന്നുള്ളതാണ് നമ്മളും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുന്നത്. എന്തായാലും ഇന്ത്യ F-35 എന്ന് പറയുന്ന അമേരിക്കൻ യുദ്ധവിമാനത്തെ ലോകത്തിന് മുന്നിൽ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. പകരം 5th ജനറേഷൻ യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്നത് റഷ്യയുടെ Su-57E ആണെന്നും കൃത്യമായ സന്ദേശം നൽകി. അതുകൊണ്ടാണ് Su-57E വാങ്ങാനായിട്ട് നമ്മൾ തീരുമാനമെടുത്തത്. ഇതിനുള്ള സാമ്പത്തിക സാങ്കേതിക സൗകര്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പഠനങ്ങളൊക്കെ തന്നെ റഷ്യ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നാസിക്കിലെ HAL വിമാന നിർമ്മാണ കേന്ദ്രത്തിൽ തന്നെ ഈ പറയുന്ന Su-57E നിർമ്മിക്കുന്ന കാലം വിദൂരമല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ വ്യോമയാന രംഗത്ത് അമേരിക്കയ്ക്കും വലിയ ഭീഷണിയായി ഉയരുന്ന കാലം അത്ര അകലെയായിരിക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.